CJP സമരത്തെക്കുറിച്ച് സംഘപരിവാർ സഹയാത്രികനായ TG മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോയ്ക്കെതിരെ രോഷം. ഡൽഹിയിൽ സമരം ചെയ്ത യുവാക്കളെ വെടിവെച്ച് കൊന്ന് ശവം പെറുക്കി ആശുപത്രിയിൽ ഇടുമെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് അവിടെ സമരം ചെയ്യുന്നതെന്നും മോഹൻദാസ് പറഞ്ഞിരുന്നു. അബ്ദുൾ റഹീം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അബ്ദുൾ റഹീം, അതിക്രൂരമായ വാക്കുകളാണ് TG മോഹൻദാസിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ തന്നെ ഉണ്ടായത്. നമുക്കറിയാം, ഈ എത്രത്തോളം വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത്രയും ക്രൂരമായി സംസാരിക്കാൻ സാധിക്കുക. എന്തായാലും സംഘപരിവാറിനെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്താണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നിലപാടാണ് TG മോഹൻദാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രുചിഷ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഡൽഹിയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നടത്തിയ ആ ഒരു സമരത്തെ പൂർണ്ണമായും അവഹേളിക്കുന്നു, അല്ലെങ്കിൽ അതിനെ TG മോഹൻദാസിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. അതായത് തനിക്ക് ഇതിന്റെ ഈ അധികാരം കിട്ടിയിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ TG മോഹൻദാസ് പറയുന്നത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് തനിക്ക് ഇതിൽ അവസരം കിട്ടിയിരുന്നുവെങ്കിൽ താൻ ചെയ്യുക, എനിക്ക് സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ താൻ ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ ജന്തർ മന്ദർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും, ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും, ആളുകൾ ചിതറിയോടും, ചിലർ മരിക്കും, ചിലർക്ക് അംഗഭംഗം സംഭവിക്കും, കുറെ എണ്ണത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയിടും. ഇങ്ങനെ വളരെ നീചമായ രീതിയിലാണ് ആ ഒരു സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് TG മോഹൻദാസ് ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഏതായാലും വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും TG മോഹൻദാസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഉയരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ CJPയുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫലം എന്ന നിലയ്ക്ക് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പ്രതിഷേധങ്ങളും, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് വലിയ രീതിയിൽ തന്നെയുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ പ്രതിഷേധക്കാർക്കെതിരെ വലിയ അതിക്രമങ്ങളൊക്കെ ഉണ്ടായതാണ്. ആ ഒരു കാര്യം, അത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ നേരിട്ടിട്ടും വിദ്യാർത്ഥികൾ ഡൽഹിയിൽ തന്നെ തുടരുകയും തങ്ങൾ മുന്നോട്ട് വെച്ച ആശയം എന്താണോ അത് നേടിയെടുക്കും വരെ സമരവുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. ഈ സമരത്തെയാണ് TG മോഹൻദാസ് ഇത്ര നികൃഷ്ടമായ രീതിയിൽ തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും ഇതിനെ വലിയ രീതിയിൽ തന്നെയുള്ള രോഷം സമൂഹ മാധ്യമങ്ങളിലും നേരിട്ടുമൊക്കെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അബ്ദുൾ റഹീം, ഇതൊരു സമരത്തെ വിമർശിക്കുന്നു എന്ന തരത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ. അവിടെ സമരം ചെയ്ത ആളുകൾ, അവരിൽ പലരും നമുക്കറിയാം നമ്മുടെ കൂടെ ഉണ്ടാകുന്ന യുവാക്കൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അവരിൽ പലരും കുട്ടികളാണ്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് അവർക്കുള്ള ആശങ്ക അറിയിക്കുന്ന കുട്ടികളാണ്. അവരെയാണ് ഇത്തരത്തിൽ സമരം ചെയ്യുന്ന അവിടെയുള്ള സ്ത്രീകൾ ൊക്കെ ഇത്തരത്തിൽ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്ന് അധിക്ഷേപിക്കുന്നത്. അതോടൊപ്പം ഗുജറാത്ത് കലാപം പോലും പറഞ്ഞുകൊണ്ടാണ് ഈ TG മോഹൻദാസിന്റെ വാക്കുകൾ. ഗുജറാത്ത് കലാപകാലത്ത് അത് അടിച്ചമർത്താൻ, കൃത്യമായി തന്നെ അതിനെ അടിച്ചമർത്താൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിരുന്നു. ആ രീതിയിൽ വേണമായിരുന്നു എന്ന തരത്തിലാണ് പറയുന്നത്. അതായത് എല്ലാ തരത്തിലുള്ള വിദ്വേഷവും പറയുകയാണ്. തീർച്ചയായും അത് തന്നെയാണ്. ആ വാക്ക്, അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് അതൊക്കെയും വ്യക്തമാണ്. കാരണം ഒരു സമരത്തെ, അല്ലെങ്കിൽ ഒരു സർക്കാരിനെതിരെ ഉണ്ടാകുന്ന സമരത്തെ സ്വന്തം പാർട്ടിയിലുള്ളവർ അതിനെതിരെ പ്രതിരോധിക്കാറുണ്ട്. അത് ആ രീതിയിൽ തന്നെ അതിനെ നമ്മൾ കാണാറുമുണ്ട്. പക്ഷേ ഇതിനെ ആ ഒരു പ്രതിഷേധം ഉയർത്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ മോശമായ ഭാഷയിലാണ് ആ വിദ്യാർത്ഥികളെ, അവിടെ സമരം ചെയ്ത വിദ്യാർത്ഥികളെയൊക്കെ തന്നെ ഈ TG മോഹൻദാസ് അധിക്ഷേപിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാണ്. കാരണം എന്ത് ചെയ്യണം, അതായത് തനിക്കായിരുന്നു ഈ ഒരു അധികാരം കിട്ടിയിരുന്നതെങ്കിൽ താൻ അവർക്ക് നേരെ എങ്ങനെ പ്രയോഗിക്കുമായിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അതോടൊക്കെ തന്നെയും വ്യക്തമാക്കുന്നത്. രുചിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദി ആ സമയത്ത് എന്താണോ ചെയ്തത് അതിനെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു യൂട്യൂബ് ചാനലിൽ അഭിമുഖത്തിൽ ഈ ഒരു TG മോഹൻദാസ് ഈ വാക്കുകളൊക്കെയും ഉപയോഗിക്കുന്നത്. അതായത് അവിടെ സമരം നടത്തുന്ന ആളുകൾക്ക് നേരെ വെടിയുതിർക്കണം, അവിടെ കുറേയേറെ പേർ കൊല്ലപ്പെട്ടു വീഴും, അവരെയൊക്കെ അവിടെ നിന്ന് തൂത്ത് വാരി മാറ്റണം, കൂടാതെ ചിലർക്ക് അംഗഭംഗങ്ങൾ സംഭവിക്കും, അവരെയും അവിടെ എടുത്തു മാറ്റണം. അതായത് വളരെ മോശമായ ഭാഷയിൽ തന്നെയാണ് ഈ സമരം നടത്തിയ വിദ്യാർത്ഥികളെ, CJPയുടെ പ്രതിനിധികളെ ഒക്കെ തന്നെയും TG മോഹൻദാസ് വിമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും വലിയ വിമർശനങ്ങൾ അതിന്റെ ഭാഗമായി ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് 22 കുട്ടികളാണ്
അതിൽ മനോവിഷമം നൊന്ന് അവർ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അവർക്കൊരു നീതി വേണം. ഇതിൽ കാരണക്കാരായ ആളുകൾക്കെതിരെ കൃത്യമായ നടപടി വേണം. ഇതിന്റെ മേൽനോട്ടം വഹിച്ചിരുന്ന അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിയായിട്ടുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹിയിലുടനീളം ഡൽഹിയിലെ അതായത് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ ഒക്കെ ഉണ്ടായത്. കേരളത്തിലടക്കം അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം എല്ലായിടത്തും വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധങ്ങൾ കണ്ടതാണ്. ആ പ്രതിഷേധങ്ങൾ അത്രയും എന്ത് കാര്യത്തിനായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെയും അറിയാവുന്നതാണ്. പക്ഷേ ആ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്ര മോശമായ ഭാഷയിലൊരു വിമർശനം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ ഈ RSS അനുകൂലി കൂടിയായിട്ടുള്ള ടി.ജെ. മോഹൻദാസിന്റെ ആ ഒരു പ്രതികരണം അത്രമേൽ കണ്ട് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഇതിനെതിരെ പ്രതിഷേധവുമായൊക്കെ രംഗത്ത് വരാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അത്ര മോശമായ ഭാഷയിൽ തന്നെയാണ് ഈ സമര അനുകൂലികൾ അല്ലെങ്കിൽ സമരത്തിന് പങ്കെടുത്ത ആളുകളെയൊക്കെ തന്നെയും ടി.ജെ. മോഹൻദാസ് വിമർശിച്ചിരിക്കുന്നത്. രുചിഷ്, അബ്ദുൽ റഹീം, ഈ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് BJP സർക്കാരിനെ ആകെ പിടിച്ചുലച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. RSSനടക്കം അവർക്ക് ഈ BJPയോട് ഈ സർക്കാരിനോട് പല കാര്യങ്ങളും ഈ യുവാക്കളെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പറയേണ്ട ഘട്ടത്തിലേക്ക് വന്നു. ആ സമയത്താണ് ഈ RSSന്റെ BJPയുടെ ഒക്കെ കേരളത്തിലെ സൈദ്ധാന്തികനായൊക്കെ വിലയിരുത്തപ്പെടുന്ന ടി.ജി. മോഹൻദാസ് ഈ രീതിയിൽ പറയുന്നത്. അതായത് മനസ്സിനുള്ളിൽ എന്താണ് എന്നത് പുറത്തു വരികയാണ്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഒരു RSS ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുവെങ്കിലും പല കോണുകളിൽ നിന്നും അതല്ലെങ്കിൽ BJP ഹാൻഡുകളിൽ നിന്നൊക്കെ അതിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് ഇത് സർക്കാർ യുവാക്കൾക്കൊപ്പം നിന്നതിന്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രധാനമന്ത്രി തന്നെ ചോദിച്ചു വാങ്ങിയത് എന്നുള്ളതാണ് ഇതിലൊക്കെ BJP ഹാൻഡുകളിൽ നിന്നൊക്കെ ഉയരുന്ന ആ ഒരു അവരെ അനുകൂലമായിട്ടുള്ള നടപടികൾ. പക്ഷേ അപ്പോഴും അതങ്ങനെ നിലനിൽക്കുമ്പോഴും ചില കോണുകളിൽ നിന്നെങ്കിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ, അതായത് ഈ സമരക്കാരെ ഈ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് അങ്ങനെ വളരെ മോശം ഭാഷയിൽ വിമർശിക്കുന്ന ചില പ്രതികരണങ്ങളെങ്കിലും വരുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അത് ആ ഒരു സമരക്കാരെ ഏത് രീതിയിലാണ് ഈ RSS അനുകൂലികളായിട്ടുള്ള ആളുകൾ കണ്ടിരുന്നത് എന്ന് വ്യക്തമാകുന്നതാണ്. കാരണം അവരുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ മനസ്സിലുണ്ടായിരുന്നത് എന്താണോ അതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്, ടി.ജി. മോഹൻദാസിന്റെ വാക്കുകളായി പുറത്തേക്ക് വരുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം അവരുപയോഗിച്ചിരിക്കുന്ന മോഹൻദാസ് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും അത്രമേൽ മോശമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സ്ത്രീകളെ അടക്കം വളരെ മോശമായ രീതിയിലൊക്കെ വിമർശിക്കുന്ന തരത്തിലാണ് ടി.ജെ. മോഹൻദാസിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. യൂട്യൂബ് ചാനലായിട്ട് പത്രികയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഈ തരത്തിലുള്ള ഒരു പരാമർശം അബ്ദുൽ റഹീം, എന്തായാലും ഈ സമരത്തിൽ നിന്ന് തുടർന്ന് രാജിവെക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പോലും പറഞ്ഞത് ഇത് ദേശവിരുദ്ധ ശക്തികൾ ഇത് സാഹചര്യം മുതലെടുക്കാതിരിക്കാൻ താൻ രാജിവെക്കുന്നു എന്നതാണ്. അതാണ് ഉള്ളിലുള്ളത്, നിവൃത്തിയില്ലാതെ രാജിവെക്കേണ്ടി വന്നതാണ്. അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ഈ സമരം ഈ രീതിയിലായിരുന്നില്ല അടിച്ചമർത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടി.ജി. മോഹൻദാസിന്റെ വാക്കുകൾ ഉണ്ടായത്. ആ അഭിമുഖത്തിലാണ് അതിക്രൂരമായ തരത്തിലുള്ള പല പരാമർശങ്ങളും ടി.ജി. മോഹൻദാസ് നടത്തുന്നത്. എന്തായാലും ഇത് കേരളത്തിലാണ് നടത്തുന്നത് എന്നതുകൊണ്ട് ഈ സംഭവത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ പരാതി ഉയരുമ്പോൾ അത് കേസെടുക്കുമോ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്.